1. ഇന്നത്തെ വീഡിയോയിൽ സൗദിയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ നിർബന്ധമായി അറിയേണ്ട 5 പ്രധാന നിയമങ്ങളെക്കുറിച്ചാണ് കാരുണ്യ ഫിനാൻസ് മീഡിയ എന്ന നമ്മുടെ ഫിനാൻസ് ചാനൽ നിങ്ങൾ ചിന്തിക്കാനും നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകാനും സഹായിക്കുന്ന വിവരങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. 2. ഒന്നാമത്തെ നിയമം, ജോലിസ്ഥലത്ത് അപകടം സംഭവിച്ചാൽ അത് വർക്ക് ഇഞ്ചറി ആയി രജിസ്റ്റർ ചെയ്യേണ്ടത് കമ്പനിയുടെ ബാധ്യതയാണ്. ചികിത്സാ ചെലവും ശമ്പളവും സൗദി സാമൂഹ്യ ഇൻഷുറൻസ് ജനറൽ സംഘടനയുടെ നിയമപ്രകാരം ലഭിക്കേണ്ടതാണ്. ആദ്യ 60 ദിവസം പൂർണ്ണ ശമ്പളവും തുടർന്ന് 75% ശമ്പളവും ലഭിക്കണം. 3. രണ്ടാമത്തെ നിയമം, ഇഖാമ ഉള്ള തൊഴിലാളിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് നിർബന്ധമാണ്. ആശുപത്രി ചെലവ്, ശസ്ത്രക്രിയ, മരുന്ന്, പരിശോധന എല്ലാം ഇൻഷുറൻസ് വഴി കവർ ചെയ്യപ്പെടണം. കമ്പനി നിഷേധിച്ചാൽ ലേബർ ഓഫീസിൽ പരാതി നൽകാനുള്ള അവകാശം തൊഴിലാളിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കണം. 4. മൂന്നാമത്തെ നിയമം, ശമ്പളം താമസിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഓരോ മാസവും ബാങ്ക് വഴി ശമ്പളം നൽകണം. വൈകിയാൽ പരാതി നൽകാം. ശമ്പള സംരക്ഷണ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് സുരക്ഷിതമായ നടപടിയാണ്. 5. നാലാമത്തെ നിയമം, എക്സിറ്റ് നൽകുന്നതിന് മുമ്പ് തൊഴിലാളിക്ക് ലഭിക്കാനുള്ള സർവീസ് എൻഡ് ബെനിഫിറ്റ് നിർബന്ധമായും നൽകണം. ജോലി ചെയ്ത വർഷങ്ങൾ അടിസ്ഥാനമാക്കി നഷ്ടപരിഹാരം കണക്കാക്കപ്പെടുന്നു. കമ്പനി ഒളിച്ചുവെച്ചാൽ നിയമപരമായി തിരികെ ലഭ്യമാക്കാം. 6. അഞ്ചാമത്തെ നിയമം, ജോലി കരാർ അറബിക് ഭാഷയിൽ മാത്രമല്ല നിങ്ങളുടെ മനസ്സിലാകുന്ന ഭാഷയിലും അറിയേണ്ടതാണ്. കരാറിൽ ശമ്പളം, ജോലി സമയം, അവധി, ഇൻഷുറൻസ് വിശദാംശങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. ഒപ്പിടുന്നതിന് മുമ്പ് വായിച്ചറിയുക. അതാണ് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയുടെ അടിസ്ഥാനം. 7. സൗദിയിൽ ജോലി ചെയ്യുന്ന ഓരോ മലയാളിയും തന്റെ അവകാശങ്ങൾ അറിയുമ്പോൾ മാത്രമാണ് ചതിക്കപ്പെടാതെ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. കാരണം കാരുണ്യ ഫിനാൻസ് മീഡിയ ഒരു ഫിനാൻസ് ചാനലായി നിങ്ങളെ ചിന്തിപ്പിക്കുകയും സാമ്പത്തിക ബോധവൽക്കരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ്.